ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ പാരറ്റ് ഹൂ വുഡിൻറ്റ് ടോക്ക് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇതൊരു ഷോർട്ട് സ്റ്റോറിയാണ്. ഇത് എഴുതിയിട്ടുള്ളത് റസ്കിൻ ബോണ്ട് എന്ന് പറയുന്നൊരു എഴുത്തുകാരനാണ്. ഈ ഒരു ദ പാരറ്റ് ഹൂ വുഡിൻറ്റ് ടോക്ക് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ആൻറ്റീനെയും ആ ഒരു ആൻറ്റി വളർത്തുന്ന ഒരു പെറ്റായിട്ടുള്ള ഒരു പാരറ്റിൻ്റെയും സ്റ്റോറിയാണ്. ലൈക്ക് ആ ഒരു പാരറ്റിനെ സംസാരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നതും അല്ലെങ്കിൽ ആ ഒരു സമയത്ത് സംഭവിക്കുന്ന പല രസകരമായിട്ടുള്ള സംഭവങ്ങളാണ് റസ്കിൻ ബോണ്ട് ഈ ഒരു ചെറിയ കഥയിലൂടെ പറയുന്നത്. സോ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ സമ്മറിയിലോട്ട് കിടക്കാം. ഇറ്റ് ഈസ് എ ഹ്യൂമറസ് ഷോർട്ട് സ്റ്റോറി അബൌട്ട് എ പാരറ്റ് കെപ്റ്റ് ആസ് എ പെറ്റ് ബൈ ഓതേഴ്സ് ഓൺഡ്. റൂബി എന്ന് പേരുള്ള ഈ ഒരു എഴുത്തുകാരൻ്റെ ആൻറ്റി ആയിട്ടുള്ള ഒരു സ്ത്രീ ഒരു പാരറ്റിനെ വളർത്തുകയാണ് പെറ്റായിട്ട്. ആ ഒരു സമയത്ത് ആ ഒരു ആൻറ്റി ഫേസ് ചെയ്യേണ്ടി വന്നിരുന്ന ഒരുപാട് ഹാർഡായിട്ടുള്ള സിറ്റുവേഷൻസ് അതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. സോ ദ ഓണ്ട് ബോട്ട് എ പാരറ്റ് ആൻഡ് കെപ്റ്റ് ഇറ്റ് ഇൻ എ ഓർണമെൻ്റൽ കേജ്. അപ്പോൾ ഈ ഒരു ആൻറ്റി ഒരു പാരറ്റിനെ വാങ്ങുകയും അതിനൊരു ഓർണമെൻ്റൽ കേജിൽ അടച്ചിടുകയാണ് ചെയ്തിരുന്നത്. ഓർണമെൻ്റൽ കേജ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു കേജ്, ഒരു കൂട്, തത്തമ്മക്ക് ഇരിക്കാൻ പറ്റുന്നൊരു കൂട്. ഷീ ട്രൈഡ് ഹാർഡ് ടു ടീച്ച് ദ പാരറ്റ് ടു ടോക്ക് ബട്ട് ഇറ്റ് വുഡ് നോട്ട് ടോക്ക്. അപ്പോൾ ഈ ഒരു സ്ത്രീ ഈ പാരറ്റിനെ ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ടോക്ക് ചെയ്യാൻ വേണ്ടി. അതായത് തത്തമ്മ എന്ന് പറയുന്ന സംഭവം സംസാരിക്കുമല്ലോ. നമ്മളെന്തെങ്കിലും പഠിപ്പിച്ചൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് നമുക്കിങ്ങനെ റിപ്പീറ്റ് ചെയ്തിങ്ങനെ പറയണ പോലെ അത് അതിൻ്റെ ആ ഒരു സൗണ്ട് നമ്മൾ സംസാരിക്കുന്ന പോലെ ആക്കിയിട്ട് അത് സംസാരിക്കുമല്ലോ തിരിച്ച്. അപ്പോൾ ആ ഒരു രീതിക്ക് ഈ ഒരു ആൻറ്റി ആ ഒരു പാരറ്റിനെ കൊണ്ട് സംസാരിപ്പിക്കാനായിട്ട് പഠിപ്പിക്കുകയാണ്. ഇൻ ഫാക്ട് ദ പാരറ്റ് ഡിസ്ലൈക്ഡ് ദ ആൻറ്റി ഫ്രം വെരി ബിഗിനിങ്. അപ്പോൾ തുടക്കം തൊട്ടേ ഈ പെറ്റിന്, അതായത് ഈ പാരറ്റായിട്ടുള്ള ആ ഒരു പെറ്റിന് ഈ ഒരു ആൻറ്റീനെ തീരെ ഇഷ്ടമല്ല. പാരറ്റിനെ എത്രയും പഠിപ്പിക്കാൻ ശ്രമിക്കുന്നോ അത്രയും പാരറ്റ് മിണ്ടാതിരിക്കുകയാണ് ചെയ്യുക. വൺ ഡേ വെൻ ആൻറ്റി ആസ്ക്ഡ് ദ പാരറ്റ് ഫോർ എ കിസ് ആൻഡ് പുട്ട് ഹെർ ഫേസ് ക്ലോസ് ടു ദ കേജ്, ദ പാരറ്റ് ഇൻ ആങ്കർ നോക്ക്ഡ് ഹെർ സ്പെക്സ് ഓഫ് ഹെർ നോസ്. അതായത് ഒരു ദിവസം ആൻറ്റി ഈ തത്തമ്മയുടെ അടുത്ത് തത്തയുടെ കൂടിൻ്റെ അടുത്ത് ചെന്നിട്ട് സ്നേഹത്തോടെ ചോദിക്കുകയാണ് ഒരു കിസ് തരുമോയെന്ന്. ആ ഒരു സമയത്ത് വളരെ ദേഷ്യത്തിലായിരുന്ന തത്ത ആ ഒരു ആൻറ്റിയുടെ സ്പെക്സ്, കണ്ണാട, മൂക്കിൻ്റെ അവിടെ നമ്മളിങ്ങനെ കണ്ണാട വെച്ചിട്ടിരിക്കുമല്ലോ, അപ്പം അങ്ങനെ ആ ഒരു കണ്ണാട കൊത്തിയെടുത്ത്, അല്ലെങ്കിൽ അത് ആ ഒരു കണ്ണാടയമേൽക്ക് ആ ഒരു സ്പെക്സുമേൽക്ക് ആ ഒരു പാരറ്റ് ഒരൊറ്റ നോക്ക് കൊടുത്തു, അതായത് ഒരു ഒറ്റ കൊത്തു കൊടുത്തു. അപ്പോൾ ആ ഒരു അങ്ങനെ ഒരു പ്രവൃത്തി തൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പെറ്റ് ചെയ്തപ്പോൾ ഈ ഒരു ആൻറ്റിക്ക് ഭയങ്കര ദേഷ്യം വന്നു. അങ്ങനെ ആ ഒരു പാരറ്റിനോട് തനിക്കുള്ള ആ ഒരു ദേഷ്യം ആൻറ്റി പ്രകടമാക്കുകയും ചെയ്തു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ തത്തയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് നിർത്തി, അതുപോലെ തന്നെ അതിൻ്റെ നേരെ നോക്കി അതിനെ മുഖം തിരിക്കുന്നതും മോശമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ദേഷ്യത്തോടു കൂടിയിട്ട് അതിനോട് കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ആ ഒരു ഫ്രസ്ട്രേഷൻ ആൻറ്റി ഒഴിവാക്കിയത്. അതായത് ആ ഒരു ആളെ കൊത്തിയത് എന്നുള്ള അല്ലെങ്കിൽ ആ ഒരു സ്പെക്സ് കൊത്തിയത് എന്നുള്ള ആ ഒരു വിഷമം അല്ലെങ്കിൽ അതിൻ്റെ ദേഷ്യം ഈ ഒരു തത്തമ്മേനെ പട്ടിണിക്കിട്ടും, അതുപോലെ തന്നെ ഏറ്റവും നാസ്റ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനോട് സംസാരിച്ചിട്ട് ദേഷ്യത്തിൽ ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെയാണ് ഈ ഒരു ആൻറ്റി ചെയ്തത്. ദ ഓതർ ഹു വാസ് ദെൻ 10 years old. അപ്പോൾ ഇവിടെ ഈ റസ്കിൻ ബോണ്ടാണല്ലോ ഓതർ. അപ്പോൾ ഈ ഓതറിന് 10 വയസ്സുള്ള സമയത്താണ് വാസ് ഗിവൻ ദ ഡ്യൂട്ടി ടു ഫീഡ് ദ പാരറ്റ്. ഈ ഒരു പാരറ്റിന് ഫുഡ് കൊടുക്കാനൊക്കെ ഉള്ള ഡ്യൂട്ടി, അതിനെ പരിപാലിക്കുക, ഭക്ഷണം കൊടുക്കുക എന്നൊക്കെയുള്ള ആ ഒരു ഡ്യൂട്ടി കൊടുത്തിരുന്നത് ഈ ഒരു ഓതറിനാണ്. അതായത് റസ്കിൻ ബോണ്ട് എന്ന് പറയുന്ന ഈ ഒരു ഓതറിനാണ് ഈ ഒരു ഡ്യൂട്ടീസൊക്കെ അസൈൻ ചെയ്തിരുന്നത്. ദ പാരറ്റ് സീം ടു ലൈക്ക് ഹിം. അപ്പോൾ ഈ ഒരു പാരറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഒക്കെ കൂടിയിട്ട് ഈ ഒരു റസ്കിൻ ബോണ്ട് പാരറ്റിനെ ഫീഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പാരറ്റിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം റസ്കിൻ ബോണ്ടിനായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ദിവസം പാരറ്റിൻ്റെ കൂട് ഈ റസ്കിൻ ബോണ്ട് മനഃപൂർവ്വം തുറന്നു വെക്കുന്നുണ്ട്. ലൈക്ക് ദ പാരറ്റ് ഫ്ലൂ എവേ. എന്നിട്ട് ആ ഒരു പാരറ്റ് അതിൽ നിന്ന് പറന്നുപോയി. ആഫ്റ്റർ അവിടുന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഫ്രീക്വൻ്റ് ആയിട്ട്, അതായത് ഇടവിട്ട് തുടർച്ചയായിട്ട് ഈ ഒരു പാരറ്റ് ആ ഒരു
ആ ഒരു വീട് അല്ലെങ്കിൽ ഈ ഒരു പാരറ്റ് നിന്നിരുന്ന ആ ഒരു വീട് വിസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാരറ്റ് അവിടുന്ന് പറന്നു പോയ സമയത്തൊക്കെ ഈ ആൻറ്റിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ പാരറ്റ് തിരിച്ച് എന്തായാലും വരുമെന്നൊക്കെയാണ് ഈ ഒരു ആൻറ്റി ചിന്തിച്ചിരുന്നത്. പക്ഷേ ആ ഒരു ഒട്ടും ഫ്രീഡം ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ നിന്ന് ആ ഒരു പാരറ്റിന് ഫ്രീഡം കിട്ടിയതുകൊണ്ട് തന്നെ പാരറ്റ് പിന്നീട് ഒരിക്കലും ഒരു പെറ്റായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ആ ഒരു കൂടിൻ്റെ അടുത്തോട്ടല്ല വരുന്നത്, പകരം ആ ഒരു വീട്ടിലോട്ട് പതിവായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ആ റസ്കിൻ ബോണ്ട്, അതായത് ആ ഒരു ഫുഡൊക്കെ കൊടുത്തിരുന്ന ആ ഒരു ചെറിയ 10 വയസ്സുള്ള കുട്ടി ഈ ഒരു പാരറ്റിന് അതിൻ്റെ ഇഷ്ടം ഭക്ഷണമായിട്ടുള്ള മുളക്, മാമ്പഴം ഇതൊക്കെയും കഴിക്കാനായിട്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ എപ്പോഴൊക്കെ ഈ ഒരു ആൻറ്റി, അതായത് ഈ റൂബി എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ എപ്പോഴൊക്കെ ഈ ഒരു പാരറ്റിനെ കാണുന്നോ അപ്പോഴൊക്കെയും ഈ ഒരു ആൻറ്റി അതിനെ ചീത്ത വിളിക്കുമായിരുന്നു. അതായത് ഇവിടുന്ന് പാറിപ്പോയിട്ടുള്ള ആ ഒരു കാരണം കൊണ്ട് ആ ഒരു ആൻറ്റി ഈ ഒരു പാരറ്റിനെ നോക്കിയിട്ട് ചീത്ത വിളിക്കുമായിരുന്നു. ഈ ഒരു പാരറ്റിനോട് പറയും, നീ ഒട്ടും ബ്യൂട്ടിഫുൾ അല്ല, നീ സംസാരിക്കില്ല, നീ ഡാൻസ് കളിക്കില്ല, ഒന്നും ചെയ്യില്ല, നീ ഒരു ഇങ്ങനെ ഒരു പൊട്ടത്തരം പിടിച്ചൊരു പാരറ്റാണെന്നൊക്കെ അതിനെ വിളിച്ചു പറയാറാണ്. അങ്ങനെ ഒരു ദിവസം എന്താണോ ഈ ആൻറ്റി ഈ പാരറ്റിനെ വിളിച്ചിരുന്നത് അല്ലെങ്കിൽ വിഷമിപ്പിച്ചിരുന്നത്, ഇങ്ങനെ ദേഷ്യത്തിൽ സംസാരിച്ചിരുന്നത്, അതൊക്കെയും തന്നെ ഈ ഒരു പാരറ്റ് തിരിച്ച് സംസാരിക്കാനായിട്ട് തുടങ്ങി. പക്ഷേ ഈ ഒരു തത്ത സംസാരിക്കാൻ ഇത്രയും നാൾ അറിയാത്തൊരു തത്തയായിരുന്നു. പക്ഷേ സംസാരിക്കാൻ അറിഞ്ഞു തുടങ്ങിയപ്പോൾ ഇത് സംസാരിക്കുന്നത് മുഴുവനും ആ ഒരു ആൻറ്റി എന്താണോ ദേഷ്യത്തിൽ വളരെ മോശമായിട്ട് സംസാരിച്ചിരുന്നത് ആ ഒരു കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു തത്ത സംസാരിക്കാൻ തുടങ്ങിയ സമയത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ആ ഒരു കാര്യം ആൻറ്റീനെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആക്കിയെങ്കിലും, ഡിസ്റ്റർബ്ഡ് ആക്കുക മാത്രമല്ല ഒരു അപമാനമാണ് ഈ ഒരു തത്ത കാരണം ഈ ഒരു ആൻറ്റിക്ക് ഉണ്ടാവുന്നത്. കാരണം വായെടുത്താൽ ഈ ഒരു തത്ത വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ആൻറ്റിക്ക് അത് വളരെ വിഷമമുള്ളൊരു കാര്യവും അപമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയായിരുന്നു. എന്നിരുന്നാലും തത്ത സംസാരിക്കാനും പഠിക്കുകയും ചെയ്തു എന്നുള്ളത് മാത്രമാണ് ഇതിലുള്ള ഒരു നല്ല കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഷോർട്ട് സ്റ്റോറിയാണ്. കുട്ടികൾക്കൊക്കെ വായിച്ചു കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ വായിച്ചാൽ ഇഷ്ടപ്പെടുന്ന ടൈപ്പായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു സ്റ്റോറി. എന്താ